RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സണ്ടർലാൻഡിനെയാണ്. അപ്പോൾ സണ്ടർലാൻഡിനെ കുറിച്ച് പറയുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അവസാന മത്സരം, സണ്ടർലാൻഡിന്റെ അവസാന മത്സരമായ ആഴ്സണൽ വിസസ് സണ്ടർലാൻഡ് മത്സരത്തെ കുറിച്ച് ഒരു ചെറിയൊരു റിവ്യൂ കൂടി പറയാം. അപ്പോൾ തന്നെ വീഡിയോയിലേക്ക് പോകുമ്പോൾ സണ്ടർലാൻഡിനെ കുറിച്ച് നമുക്ക് ആദ്യമായി തുടങ്ങാം. 1879 സണ്ടർലാൻഡ് സ്ഥാപകമാകുന്നത്. സ്റ്റേഡിയം ഓഫ് ലൈറ്റ് എന്നാണ് ഇവരുടെ ഹോം ഗ്രൗണ്ട്. ഇംഗ്ലണ്ടിലെ 49,000 കാണികളാണ് അവിടെ കപ്പാസിറ്റി ഉള്ളത്. ഈ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത തന്നെ അവിടുത്തെ ഒരു സൗണ്ടാണ്, അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ മറ്റുള്ള ടീമുകൾക്ക് ഈ അവേ ഗ്രൗണ്ടിൽ വന്ന് കളിക്കുന്ന ഒരു പ്രശ്നം. 2016-17 സീസണിലാണ് ഇവർ അവസാനമായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കുന്നത്. അതിനുശേഷം 2025-26 ഈ സീസൺ ലീഗാണ് ഇവർ യോഗ്യത നേടി വരുന്നത്. അതും സെക്കൻഡ് ഡിവിഷൻ ലീഗിൽ കളിച്ച് അവിടെ നിന്ന് പ്ലേ ഓഫും കളിച്ചിട്ടാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് വരുന്നത്. 11 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ ലീഗിൽ 4ാം സ്ഥാനത്താണ്. 5 വിജയവും 4 സമനിലയും 2 തോൽവിയും അടക്കം ഇവര് 4ാം സ്ഥാനത്താണ് ഇപ്പൊ നിൽക്കുന്നത്. പല വമ്പന്മാരെയും കടമുഴക്കിയിട്ടുണ്ട്. ചെൽസി, അതേപോലെ തന്നെ വെസ്റ്റ് ഹാമിനെ 3-0 പരാജയപ്പെടുത്തിയത്. ചെൽസിയെ 2-1 പരാജയപ്പെടുത്തി. ആഴ്സണലായിട്ട് സമനില നേടി, ആസ്റ്റൺ വില്ലയായിട്ട് സമനില നേടി. അങ്ങനെ ഒരുപാട് വിജയ മുഹൂർത്തങ്ങളാണ് ഈ സീസണിൽ അവർ നേടിയിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന വമ്പന്മാർക്കുള്ള ഒരു സൂചന കൂടിയാണ് സണ്ടർലാൻഡ് ഈ 11 മത്സരങ്ങളിൽ നിന്ന് 14 ഗോളുകൾ അടിച്ചപ്പോൾ 11 ഗോളുകൾ ഇവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഒരു ശൈലി എന്താന്ന് പറഞ്ഞാൽ ആദ്യം ഗോൾ വഴങ്ങാതെ പരമാവധി പിടിച്ചു നിൽക്കുക, ഗോൾ വഴങ്ങിയ ശേഷം പിന്നെ പ്രത്യാക്രമണം, തിരിച്ചടി. അതന്നെയാണ് നമ്മൾ ആഴ്സണൽ മത്സരത്തിൽ കണ്ടത്. ആദ്യം സണ്ടർലാൻഡാണ് ആഴ്സണലിനെതിരെ ഗോൾ നേടുന്നത്. പിന്നെ ആഴ്സണൽ 2-1 ലീഡ് നേടുന്നു. അതിനുശേഷം 90+4 മിനിറ്റിലാണ് സണ്ടർലാൻഡിന്റെ സമനില ഗോൾ നേടുന്നത്. അപ്പോ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു പിടി ചെറുപ്പക്കാരാണ് സണ്ടർലാൻഡ് വേണ്ടിയിട്ട് കളിക്കുന്നത്. അപ്പോൾ സണ്ടർലാൻഡ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് യോഗ്യത നേടുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നോർമൽ പ്ലേയേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് ഇവർ യോഗ്യത നേടുന്നത്. അതിനുശേഷം 10ഓളം പ്ലേയേഴ്സിനെ 100 മില്യൺ ചെലവാക്കിയിട്ട് ഇവര് അറ്റ്ലറ്റിക്കോ മഡ്രിഡിൽ നിന്നും അജാക്സ് എന്നും അതേപോലെ ബറൂസിയ ഡോർട്ട്മണ്ട് എന്നും അങ്ങനെ ഒരുപാട് ക്ലബ്ബുകളിൽ നിന്ന് പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ വെറുതെ പോവാനല്ല ഈ സീസണിൽ സണ്ടർലാൻഡ് വന്നിരിക്കുന്നതെന്ന് ഒരു സന്ദേശമാണ് അവർ തന്നിരിക്കുന്നത് ഈ 11 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ. അപ്പോൾ വരാനിരിക്കുന്ന വമ്പന്മാരുമായിട്ടുള്ള മത്സരങ്ങൾക്ക് സണ്ടർലാൻഡിന്റെ ഇതൊരു സൂചനയാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ പറഞ്ഞാൽ 2016-17 സീസണിലാണ് അവസാനമായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കുന്നത് ഇവർ. അതിനുശേഷം ഈ സീസണിൽ ലീഗില് സെക്കൻഡ് ഡിവിഷനിൽ കളിച്ച് അവിടെ നിന്ന് പ്ലേ ഓഫ് കളിച്ചിട്ടാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരുന്നത്. 10ഓളം പുതിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടാണ്, ഒരു 100 മില്യൺ ചെലവാക്കിയിട്ട് പുതിയൊരു ടീമിനെ വാർത്തിട്ടാണ് അവർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് വരുന്നത്. യോഗ്യത നേടാനൊക്കെ പഴയ ടീം വെച്ചിട്ട് കളിച്ചു. യോഗ്യത കിട്ടിയപ്പോൾ അവർ പുതിയ കുറെ പ്ലേയേഴ്സിനെ ഇറക്കി. 10ഓളം പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടുണ്ട് അവർ ഈ സീസണിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ വമ്പന്മാർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ 11 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ സണ്ടർലാൻഡ് ഒരു സൂചന വന്നിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കളിയിൽ തന്നെ വെസ്റ്റ് ഹാമിനെ 3-0 പരാജയപ്പെടുത്തി സണ്ടർലാൻഡ്. അടുത്ത കളി ബെർലി ആയിട്ട് 2-0 പരാജയപ്പെട്ടു. ബ്രാൻഫോർഡ് ആയിട്ട് 2-1 വിജയിച്ചു വെച്ചു. ക്രിസ്റ്റൽ പാലസ് ആയിട്ട് 0-0 സമനില. ആസ്റ്റൺ വില്ല ആയിട്ട് 1-1 സമനില. നത്തിങ്ഹാം ഫോറസ്റ്റ് ആയിട്ട് 1-0 വിജയം. യുണൈറ്റഡ് ആയിട്ട് 2-0 പരാജയം. വോൾസ് ആയിട്ട് 2-0 വിജയം. ചെൽസിനെ അട്ടിമറിച്ച് 2-1 വിജയം. അതിനുശേഷം എവർട്ടനായിട്ട് 1-1 സമനില. അതിനുശേഷം 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആഴ്സണലായിട്ട് അവസാന മത്സരത്തിൽ 2-2 സമനില നേടി. അതും എന്ത് ജാതി മത്സരമായിരുന്നു മോനെ, ഒരു രക്ഷയില്ല. 94-ാം മിനിറ്റിലാണ് അവർ സമനില ഗോൾ നേടുന്നത്. ആഴ്സണൽ ഫാൻസിന് അപ്പൊ അറിയാം അവസാന മത്സരത്തിൽ സണ്ടർലാൻഡ് എന്തായിരുന്നു. അപ്പോൾ ചെൽസി ഫാൻസ് അത് രുചിച്ചാണ് 2-1 പരാജയം അറിഞ്ഞതാണ്. അപ്പോൾ ആഴ്സണൽ ഫാൻസ് 2-2 പരാജയം. അവസാന 94-ാം മിനിറ്റിലാണ് ഇവര് സമനില ഗോൾ നേടുന്നത്. ഇവരുടെ ഒരു ഈ സീസണിൽ ഇപ്പൊ തുടങ്ങിയപ്പോൾ തന്നെ ഇവര് ഫസ്റ്റ് ഗോൾ കൺസിഡർ ചെയ്യാതെ കളിക്കുക. അതിനുശേഷം ഒരു ഗോളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചടിക്കാനുള്ള പ്രയത്നമാണ്. അതൊക്കെ വിജയിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടാണ് 2-0 പരാജയം. അതായത് ബേർലി ആയിട്ട് 2-0 പരാജയപ്പെട്ടു. ബാക്കി എല്ലാ മത്സരങ്ങളും സമനിലകളും വിജയമാണ്. 11 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 5 വിജയവും 4 സമനിലയും 2 തോൽവി അടക്കം ഇവര് ഗ്രൂപ്പിൽ 4ാം സ്ഥാനക്കാരാണ്. അപ്പോൾ ഇനി കുറെ മത്സരങ്ങൾ ലിവർപൂൾ ആയിട്ട് ഈ മാസം മത്സരം വരുന്നുണ്ട്. അതായത് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് ഡിസംബർ 2 മത്സരങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ കൊല്ലം സണ്ടർലാൻഡ് വിജയിച്ച് കയറുകയാണെങ്കിൽ ഇവരെ പിടിച്ചാൽ കിട്ടില്ല ഈ സീസണിൽ. എന്താ പറഞ്ഞാൽ 10ഓളം പുതിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്തില്ല. അറ്റ്ലാന്റിക് മഡ്രിഡിൽ ഒരുപാട് പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സണ്ടർലാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ പഴയ പുലികളാണ്. 90കളിൽ ഇവർ 6ഓളം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, 2ഓളം FA കപ്പ്, അതേപോലെ ഒരുപാട് ട്രോഫികൾ വാരിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോ ഇത് പറയുമ്പോ അത്ഭുതപ്പെടണ്ട. 6ഓളം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ട്രോഫികൾ തൂക്കിയിട്ടുണ്ട് ഈ ചങ്ങായിമാര്. 2 FA കപ്പിൽ മുത്തോട്ടുണ്ട്. 2-3 പ്രാവശ്യം റണ്ണേഴ്സ് അപ്പ് ആയിട്ടുണ്ട്. അപ്പോ പഴയ പുലികളാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ടൈറ്റിൽ റേസിൽ നോക്കിക്കഴിഞ്ഞാൽ 5ാം സ്ഥാനത്തോ 6ാം സ്ഥാനത്താണ് ഇവർ നിൽക്കുന്നത്. 6 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടങ്ങളുണ്ട്. ഇപ്പോഴത്തെ കുറെ പുതിയ ക്ലബ്ബുകളൊക്കെ ഉണ്ടല്ലോ,
അവർക്കൊന്നും സ്വപ്നം കാണുന്നതിൽ അപ്പുറമാണ്. പക്ഷേ ഇവർക്ക് 2000-ന് ശേഷം ഇവർക്ക് കാലിടറിക്കൊണ്ടിരിക്കുകയാണ്. 2016-17 സീസണിലാണ് അവസാനമായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കുന്നത്. അതിനു മുമ്പ് ഓരോ സീസണിലും 16, 15, 14 സ്ഥാനങ്ങളിലൊക്കെയാണ് ഇവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സണ്ടർലാൻഡ് ഭയക്കണം ഈ സീസണിൽ. അത് ഇനിയിപ്പോ ഏത് വലിയ കൊലകൊമ്പന്മാരായാലും ഇവരുടെ കളിശൈലി നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. ഒരു ഗോൾ കൺസിഡർ ചെയ്യാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഒരു ഗോൾ കിട്ടിയ ശേഷം അത് തിരിച്ചടിക്കുക, ലീഡ് നേടുക. സമനിലയാണ് അവർക്ക് മെയിൻ ആയിട്ട്. ഇതിന്റെ ഫലമായിട്ടാണ് 4 സമനിലയാണ് ഈ സീസണിൽ നേടിയിട്ടുള്ളത്. 14 ഗോളുകൾ അടിച്ചപ്പോൾ 10 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത്. ആഴ്സണൽ മത്സരത്തിൽ നോക്കിയാൽ അറിയാം ഇവരുടെ ഡിഫൻസ്. അവസാനം 97-ാം മിനിറ്റിൽ ആഴ്സണലിന് ഒരു ഭയങ്കര കിടിലൻ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗോൾ കീപ്പറും ഡിഫൻഡർമാരും ഒരുമിച്ച് നിന്ന് സേവ് ചെയ്തപ്പോൾ ആ 2 ഗോൾ ചാൻസുകളാണ് അവർക്ക് ആഴ്സണലിന് ലീഡ് നേടാൻ പറ്റാതെ പോയത്. അപ്പോൾ ഇതൊക്കെയാണ് സണ്ടർലാൻഡ്. അപ്പോൾ ഇവരുടെ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ സൗണ്ട് ഓഫ് ലൈറ്റ് എന്നറിയപ്പെടും. 49,000 കാണികൾ. അവിടെ ആ ഒരു സ്റ്റേഡിയത്തിന്റെ ഒരു വൈബ് തന്നെ ഒരു സൗണ്ടാണ്. മൊത്തത്തിൽ ഒരു സ്റ്റേഡിയം മൊത്തം ഒന്ന് ഇളകി മറിയുന്ന. അപ്പോൾ ഇത്ര കാലം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇല്ലാതെ തിരിച്ചു വന്നിട്ട് വമ്പ് കാണിക്കുകയാണ് ഈ സണ്ടർലാൻഡ്. അവരുടെ ഓരോ പ്ലേയേഴ്സിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അവർക്ക് വിട്ടുകൊടുക്കാനുള്ള ആ ആഴ്സണൽ മത്സരം, ആ ചെൽസി മത്സരം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയും ആ ഒരു വാശിയിലാണ് അവർ കളിക്കുന്നത്. അവര് വെറുതെ പോകാനല്ല വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചാമ്പ്യൻസ് ലീഗിലുള്ള ഒരു പൊസിഷൻ എങ്കിലും നേടിയിട്ട് അവർ പോവുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. ഈ ഒരു രീതിയിലാണ് സണ്ടർലാൻഡ് കളിച്ച് മുന്നോട്ട് പോകുന്നതെങ്കിൽ ചുരുങ്ങിയത് ഒരു ചാമ്പ്യൻസ് ലീഗ് യോഗ്യത അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ലീഗ് യോഗ്യതയെങ്കിലും ഇവർ നേടാതിരിക്കാൻ ചാൻസ് ഇല്ല. എന്തിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ നേടിയാലും അത്ഭുതപ്പെടാനില്ല. അത് നമുക്കൊരു 25 കളിയൊക്കെ കഴിഞ്ഞാലേ ഒന്ന് പറയാൻ പറ്റുള്ളൂ എന്താവുമെന്ന്. അപ്പൊ അതിന് ഞാനിപ്പോ പറയുന്നില്ല. പക്ഷെ ഈ ഒരു പോസിബിലിറ്റി എന്തായാലും ഉണ്ട്. ഒരു 4-ാം സ്ഥാനം, ഒരു 6-ാം സ്ഥാനത്തിന്റെ ഉള്ളിൽ എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഉണ്ടാവും. അതിൽ യാതൊരു സംശയമില്ല. സണ്ടർലാൻഡിനെ കുറിച്ച് പറയുമ്പോൾ അവര് ചരിത്രം പറയാതിരുന്നാൽ ശരിയാവില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവര് ചരിത്രത്തിലെ ചാമ്പ്യന്മാരാണ്. 6 പ്രാവശ്യം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? അതേപോലെ തന്നെ FA കപ്പ് 2 പ്രാവശ്യം മുത്തമിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? 2 പ്രാവശ്യം റണ്ണറപ്പ് ആയിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിച്ചേ പറ്റൂ. ഇതെല്ലാം 90കളിൽ സണ്ടർലാൻഡ് നേടിയ ട്രോഫികളാണ്. അപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഏറ്റവും ടോപ്പ് ടൈറ്റിൽ എടുത്ത് എന്ന് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ പറയാൻ പറ്റും. 5-ഓ 6-ഓ സ്ഥാനത്ത് ഇവർ 6 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് നേടിയിട്ട് 5-ഓ 6-ഓ സ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ വമ്പൻ ക്ലബുകളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ കണ്ടപ്പോൾ നെട്ടിപ്പോയി. 6 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിച്ചിട്ടുണ്ട്. 90കളിൽ ഇവർ ചാമ്പ്യന്മാരായത് ശരിക്കും 2000-ലാണ് ഇവർക്ക് കാലിടറിയത്. 2000-ന് ശേഷം ഇവർ 14, 15, 16 സ്ഥാനങ്ങളിലൊക്കെ ആയിരുന്നു. 2016, 17 സീസണിലാണ് അവസാനമായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കളിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഡിവിഷനിൽ പോകുന്നു, കുറെ കാലം അവിടെ കളിക്കുന്നു, അവിടെ സർവൈവ് ചെയ്തിട്ട് ഇപ്പൊ 2025-26 സീസണിലേക്ക് അവർ വന്നിരിക്കുകയാണ്. അപ്പൊ വരുന്ന സമയത്ത് ഇവര് സാധാരണ ഒരു ടീമായിട്ട് വരുന്നത്. അപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എത്തുമ്പോൾ 10ഓളം പുതിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുകയാണ്. ആ ഫസ്റ്റ് കളിയിൽ 3 ഗോൾ അടിച്ചത് ആ പഴയ പ്ലേയേഴ്സാണ്. അതൊന്നും കൂടി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ പുതിയ 10 പ്ലേയേഴ്സിനെ സൈൻ ചെയ്തത് സ്റ്റാർട്ടിംഗ് ലെവലിൽ ആ 3 പ്ലേയേഴ്സ് ഉണ്ട്. ആ 3 പ്ലേയേഴ്സാണ് പഴയ ടീമിൽ ഉണ്ടായിരുന്ന പ്ലേയേഴ്സാണ് ഗോൾ അടിക്കുന്നത്. അറ്റ്ലാന്റിക്കോ മഡ്രിഡൊന്നും അതേപോലെ ഒരുപാട് ക്ലബ്ബുകൾ സൈൻ ചെയ്തിട്ടുണ്ട്. പുതിയ എല്ലാം ചുറുചുറുക്കുള്ള ചങ്ങായിമാര്. അവസാനത്തെ ആഴ്സണൽ മത്സരം കണ്ടാൽ മനസ്സിലാവാൻ പറ്റും അവരുടെ പവർ എന്താന്ന്. ഇവരുടെ ശൈലിയിൽ നോക്കിക്കഴിഞ്ഞാൽ പരമാവധി ഡിഫൻസ് ചെയ്യുക, അതിനുശേഷം കാര്യങ്ങൾ അറ്റാക്ക് ചെയ്യുക, കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ വിൻ ചെയ്യാൻ വരും. എമ്മാതിരി ഫിസിക്കൽ ആണ് ഇവരുടെ ബോഡി ശൈലിയും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാളക്കൂറ്റന്മാർ തന്നെയാണെന്ന് പറയാം. അമ്മാതിരി കളിയാണ് കളിച്ചത്. അപ്പോൾ സണ്ടർലാൻഡ് എന്തായാലും ഈ സീസണിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിക്കും. അപ്പോൾ നെട്ടാൻ റെഡി ആയിട്ടിരുന്നോളൂ. സണ്ടർലാൻഡ് കളിയൊന്നും മിസ് ചെയ്യാതെ കണ്ടോളൂ. ഞാൻ ഈ സീസൺ തുടങ്ങിയപ്പോൾ അവിചാരിതമായിട്ടാണ് ആ ഒരു ഫസ്റ്റ് കളി കാണാൻ ഇടയായത്. അത് ഇതൊരു റീൽസ് കണ്ടിട്ടാണ് ഞാൻ ഇത് കാണാൻ വേണ്ടിയത്. പക്ഷെ എനിക്ക് ആ കളി മുതലേ അതിന് ശേഷം ഞാൻ സണ്ടർലാൻഡിന്റെ എല്ലാ കളികളും വാച്ച് ചെയ്യുന്നുണ്ട്. അവസാന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇപ്പൊ 11ാം റൗണ്ട് മത്സരങ്ങളിൽ ആഴ്സണൽ വിസ് സണ്ടർലാൻഡ് മത്സരം ഉണ്ടായിരുന്നു. അതിൽ കളി തുടങ്ങിയപ്പോൾ ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളൊക്കെ ആയിട്ട് 36-ാം മിനിറ്റ് ബലാർഡാണ് ആദ്യമായിട്ട് സണ്ടർലാൻഡിന് വേണ്ടിയിട്ട് പല കൊടുക്കുന്നത്. എമ്മാതിരി ഒരു ഗോളി ഷോട്ടാണ് അടിച്ചത്. ഇടലം ഗോളായിരുന്നു അടിച്ചത്. അതിനുശേഷം സാക്കയിലൂടെ 54-ാം മിനിറ്റിൽ ആഴ്സണൽ സമനില നേടുന്നു. അതിനുശേഷം ട്രൊസാർഡിലൂടെ 74-ാം മിനിറ്റിലാണ് ഇവർ ലീഡ് ഉയർത്തുന്നത്. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണവും പ്രത്യാക്രമണവും ഡിഫൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കളി ഇങ്ങനെ നമ്മൾ ഫുട്ബോൾ ആരാധകർ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയ കളിയായിരുന്നു. 74-ാം മിനിറ്റ് ആ ട്രൊസാർഡ് ഗോളുണ്ടല്ലോ, എന്റെ പൊന്നോ. പെനാൽറ്റി ഡി ബോക്സിന്റെ പുറത്ത് വെച്ചിട്ട് 2 ഡിഫൻഡർമാരെ വെട്ടിച്ചിട്ട് പെട്ടെന്ന് ഒരു ഷോട്ട്, ഒരു ഗൺ ഷോട്ടാണ്. ഈ സാധനം അങ്ങോട്ട് കയറി പോകുമ്പോൾ ഗോൾ കീപ്പർ ആർക്കും ഡൈവ് ചെയ്തിട്ട് അതിന് മുമ്പ് ഗോൾ കീപ്പർ ഗോളിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി, ഗോൾ വലയ്ക്കുള്ളിൽ കയറിപ്പോയി. അടിപൊളി ഗോളായിരുന്നു, കിട്ടില്ല ഗോളായിരുന്നു. അതിനുശേഷം പിന്നെ സണ്ടർലാൻഡ് തുടങ്ങി ഇത് സമനില നേടാൻ വേണ്ടിയിട്ട്. അതിന്റെ ഫലമായിട്ട് 90+4 മിനിറ്റ്സിലാണ് അവർ സമനില ഗോൾ നേടുന്നത്. പിന്നെ ആ ഒരു ഗോള് എന്താ പറയാ, ഒരു ബൈസൈക്കിളും അല്ല, ഒരു ഫ്ലിക്കും അല്ല,
90+4 ബ്രോബിയിലൂടെ അവര് സമനില നേടുന്ന ഗോളാണ്. എമ്മാതിരി ഗോളായിരുന്നു എന്നറിയാം. അത് ഒരു ബൈസൈക്കിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ഒരു ഫ്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ബോൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോൾ കീപ്പർ ഡേവിഡ് റിയയും അതേപോലെ ഗബ്രിയലും നന്നായിട്ടൊന്ന് ശ്രമിച്ചെങ്കിലും പക്ഷെ ഇവർ രണ്ടാളെയും കബളിപ്പിച്ചുകൊണ്ട് അതൊരു ഫ്ലിക്ക് ചെയ്തിട്ട് ആ ബോൾ പോസ്റ്റിനുള്ളിൽ കയറുമ്പോൾ ആ ഗ്രൗണ്ട് മൊത്തം നിന്ന് കത്തുക എന്ന് പറയാം. എല്ലാവരും കളി അവസാനിച്ചു, 2-2 അവസാനിച്ചു എന്ന നിമിഷത്തിലാണ് ആഴ്സണലിന്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നത്. അതിൽ ഒരു സുന്ദരമായ ഒരു ഹെഡറിലൂടെ കലാഫിയോരി ഗോൾ അടിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അത് സണ്ടർലാൻഡ് ഗോൾ കീപ്പർ അതിസുന്ദരമായിട്ട് സേവ് ചെയ്ത് അകറ്റാണ്. അത് റീബൗണ്ട് കിട്ടുന്ന മെറീനോയ്ക്കാണ് തോന്നുന്നുണ്ട്. ആ ചങ്ങ അടിച്ച ആ ഒരു ബോള് സണ്ടർലാൻഡിന്റെ ആ ഒരു ഡിഫൻസ് മതിൽ തട്ടി തെറിച്ചു പോവുകയാണ്. ആ ഒരു ഔട്ട് ബോൾ അടിക്കുമ്പോഴേക്കും കംപ്ലീറ്റ് ബീസിൽ ഒതിരിക്കാൻ റഫറി. അതോടുകൂടി കളി 2-2 അവസാനിച്ചു. സണ്ടർലാൻഡിന്റെ പ്ലേയേഴ്സ് ഒക്കെ ഭയങ്കര ആഘോഷത്തില്ല. കാരണം ആഴ്സണൽ ടോപ്പിൽ നിൽക്കുന്ന ആഴ്സണലിനാണ് അവർ 2-2 തളച്ചിരിക്കുന്നത്. അവർ ആഴ്സണലിന്റെ ഒരു 3 പോയിന്റാണ് അവർ കുറച്ചത്. സമനില ആയതോടുകൂടി 1 പോയിന്റ് ആഴ്സണലിന് കിട്ടി. അപ്പൊ ആ കളി എന്താ പറയാ, ഇങ്ങനെ പിടിച്ചിരുത്തണ ആ കളി എന്തായിരുന്നു, അടിപൊളി മത്സരം. അത് മിസ്സായവർക്ക് ഭയങ്കര ഒരു തന്നെയാണ് പറയാം. അപ്പൊ ഇതൊക്കെയാണ് സണ്ടർലാൻഡിനെയും സണ്ടർലാൻഡ് വേഴ്സസ് ആഴ്സണൽ മത്സരത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടുകൂടി നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.